ഈ പ്രണയത്തെക്കുറിച്ചും അർജുനുമായിട്ടുള്ള പ്രണയം എല്ലാവരും ഒറ്റ അടിക്കുമ്പോൾ കൈ കൊണ്ടിയാ പറഞ്ഞിട്ട് അത്ര വല്ലാത്ത പ്രണയമായിരുന്നു. അതായത് 90s പ്രണയമല്ലേ, അപ്പൊ കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ട് രസമല്ലേ, ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ല, കാണാൻ ജസ്റ്റ് ഇങ്ങനെ കാണാനൊക്കെ അല്ലേ പറ്റുള്ളൂ. അതൊക്കെ ഇങ്ങനെ കാണിക്കും. അതാണ് ഇവരെല്ലാരും ഭയങ്കര പ്രശ്നമുള്ള പ്രണയമാണ്. എങ്ങനെ പ്രശ്നമുള്ള ഒരു പ്രണയം നമ്മളെന്ന് വെച്ചാൽ രണ്ട് കുടുംബത്തിനെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കുടുംബം അത്ര സുഖത്തിലല്ലാത്ത ഒരു അങ്ങനെ ഒരു ഇതാണ്. ഈ രണ്ട് കുടുംബത്തിലുള്ള രണ്ടാൾക്കാരാണ്. ഇവരങ്ങനെ പ്രേമിക്കാൻ ഞങ്ങൾ ഇങ്ങനെ വിടൂല, പ്രേമിക്കാൻ വിടില്ല. ബാക്കി സിനിമ ആണ്. ഇവിടെ ഇല്ലാത്തോണ്ട് ഇത്രയെങ്കിലും നമ്മൾ പറഞ്ഞു. ഇല്ല, ഇത് അബേട്ടൻ പറഞ്ഞതാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇത്രയും പറയാന്ന് പറഞ്ഞു, ഇത്രയും പ്രണയം പറയാന്ന് പറഞ്ഞു. പറഞ്ഞാണ് അത് കേട്ടോണ്ടാണ് ഇത്ര പറഞ്ഞത്, അല്ലെങ്കിൽ പറയില്ലായിരുന്നു. നിങ്ങളെല്ലാരും ഈ സിനിമയിലാണോ ഒന്നിക്കുന്നത്? അല്ലെ, നിങ്ങൾ ഒന്നിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മള് പൊതുവെ സ്ത്രീകളെല്ലാവരും ഒരുമിച്ച് കാണുന്നു. നിങ്ങളിൽ ഏറ്റവും കുശുമ്പുണ്ടായിരുന്ന ആരായിരുന്നു? ഒറ്റയടി പറയാൻ ഞങ്ങളെപ്പോഴും സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോഴും പറയാറുള്ള കാര്യം, ലൊക്കേഷൻ കഴിഞ്ഞ ദിവസം അർജുൻ ചേട്ടനും പറഞ്ഞു, ഭയങ്കര ഫൺ, ആര് തമ്മിലും ഒരു ഈഗോ ഒന്നും അതില്ല, സെറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങള് എല്ലാവരും ഒരു ക്യാരവാനിലായിരുന്നു. ഇനിയും കുറെ പേരുണ്ട്, ശിവത ചേച്ചി, സ്മിനു ചേച്ചി, അങ്ങനെ കുറെ പേരുണ്ട്. ഞങ്ങളെല്ലാവരും മിക്ക സമയം ഒരുമിച്ച് ഒരു ക്യാരവനിൽ പാട്ടൊക്കെ വെച്ച് യൂനോ കളിച്ച് ലൂഡോ കളിച്ച് ഇങ്ങനെ ഒരുമിച്ചാ. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ഈഗോ പ്രശ്നങ്ങളോ കുശുമ്പോ ഒന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ മറ്റേ റെഡി ആവാൻ വരുമ്പോ ജ്വല്ലറി ബോക്സ് കൊണ്ട് നീ ഈ കമ്മലിട്ടോ അതിട്ടോ, അങ്ങനെ ഭയങ്കര ഒരു എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ്, യൂണിക് ആയിരുന്നു എല്ലാവരും ഒത്തിരി. എല്ലാവരും ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ലൊക്കേഷനിലാണ്. ചിലവരെ കണ്ടിട്ടുണ്ടാവും, ചിലവരെ കണ്ടിട്ടില്ലാത്തവരാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണാത്ത ആരെയും കൊണ്ടാണ് നിങ്ങൾ ഈ 4 പേരിൽ പരസ്പരം കാണാത്തവരുണ്ടായിരുന്നു? കണ്ടിട്ടില്ല. നിങ്ങൾ മൂന്നുപേരും നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സിനിമയുടെ പൂജ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അതിന് മുമ്പ് കാണാത്തവരായിരുന്നല്ലോ. കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനും ജസ്നെയും കണ്ടിട്ടുണ്ട്. ജസ്നെ നിങ്ങളും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവരാരും കണ്ടിട്ടില്ല. എന്റെ സെക്കൻഡ് മൂവി അല്ലേ. അഭിലാഷ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ 2 കാര്യങ്ങൾ വരും. ഒന്ന്, ഏറ്റവും നല്ല ക്വാളിറ്റി, ഒറ്റ വാക്ക്. അഭിലാഷ് ഏട്ടൻ ലൈക്ക് ഒരു ബ്രദറിനെ പോലെയാണ്, ഭയങ്കര സപ്പോർട്ടീവാ. ഒരാൾക്കാർക്ക് പറയുന്ന പറഞ്ഞത് എല്ലാവരോടും ഭയങ്കര ലവിങ് ആണ്. അഭിലാഷ് ഏട്ടൻ എപ്പോഴും പറയാറില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ, അഭിലാഷ് ഏട്ടൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ ഫീൽഡിൽ വന്നത് കാരണം ആർക്ക് എന്ത് ലൈക്ക് ഈ ഫീൽഡിൽ വരാൻ സ്വപ്നങ്ങളുള്ള ആൾക്കാർക്ക് അത് നിറവേറ്റി കൊടുക്കാൻ അഭിലാഷ് ഏട്ടൻ ആ ഒരു മനസ്സുണ്ട്. ഇത്രയും ഉയരങ്ങളിൽ എത്തിയിട്ട് പോലും ആ ഒരു മനസ്സുണ്ട്. എത്ര ഫെമിലിയർ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഒരു ഒറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ ആൾ ഭയങ്കര എന്താ പറയുക, ഒരു ഫാമിലി പോലെ ആക്കിയെടുക്കും. അങ്ങനെ ഒരു ടാലന്റ് അഭിലാഷിനകത്ത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ പാട്ടിലൊക്കെ ഉണ്ട്, അഭിലാഷ് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡയറക്ടറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അഭിലാഷും ഡയറക്ടറുമായിട്ട് ഞാൻ ഈ സിനിമയുടെ കഥ തുടങ്ങുന്ന കാലം തൊട്ട് ഇവരോട് യാത്ര ചെയ്ത് പല സ്ഥലത്ത് ഞങ്ങൾ പല സിറ്റുവേഷൻ ചെയ്തിട്ട് കഥ പറയും. അഭിലാഷുമായിട്ട് കഥ പറയും. ഓരോ ഡയറക്ടറിനും പല സ്വഭാവമായിരിക്കും. നമ്മുടെ ഡയറക്ടർ നമ്മൾ ചെയ്ത സീൻ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന സമയത്തിലായിരിക്കും ആള് വന്ന് പറയും. ലൈക്ക് ഓക്കെ അല്ലെങ്കിൽ ആള് വന്ന് പറയും നമ്മളോട് ഓക്കെ അല്ല. ഓക്കെ ആണെങ്കിൽ അപ്പം തന്നെ വന്ന് പറയും ഇത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തേ. സൂപ്പർ ആണെങ്കിൽ സൂപ്പർ എന്നും പറയും. നമ്മൾ ആളെ മുഖം നോക്കി അങ്ങനെ ഒരു ടെൻഷനില്ല വിഷ്ണു എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ. ഈസ് വെരി കൂൾ. നമ്മൾ ചെയ്തതിൻ്റെ കറക്റ്റ് നമ്മളോട് വന്ന് പറയും. ഇനി നമുക്കതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വേണ്ടല്ലോ ചേട്ടൻ ചോദിച്ചാൽ ഹീൽ അക്സെപ്റ്റ് ഇറ്റ്, ഓക്കെ ആണെന്ന് ആൾക്കും തോന്നിയ ആൾ പറയും വേണ്ട, അല്ലെങ്കിൽ ഇത് ചെയ്യുമെന്ന് പറയും. സോ അങ്ങനെ ഒരു ഡയറക്ടറിന് മുഖത്ത് നോക്കി നമ്മൾ അയ്യോ ശരിയാവുമോ എന്ന് പേടിക്കേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ആള് കട്ട് പറയുന്ന സമയത്തുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിൽ ആ നന്നായിട്ടുണ്ടെന്ന് പറയുന്ന ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് മനസ്സിലാക്കി എത്രത്തോളം ആ സീൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ചേട്ടന് നന്നായി കഴിഞ്ഞാൽ വന്നിട്ട് നന്നായിട്ടുണ്ട് പറയും, അല്ലെങ്കിൽ ഗോപിക ഇത്ര വേണ്ടാട്ടോ, അങ്ങനെ നമുക്ക് സജഷൻ അപ്പം തന്നെ തരും. അല്ലെങ്കിൽ ഇപ്പം നമുക്കൊന്നുകൂടെ ചെയ്യണം തന്നെ അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. പല സിനിമ പല രീതിക്കുള്ള യാത്രയാണ്. ഇപ്പം സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അഭിപ്രായ വ്യത്യാസം പല ആളുകൾക്കും പല സിനിമയ്ക്കും പല അഭിപ്രായമാണ്. ഓരോ സിനിമ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സ്വയം സിനിമ കാണും, നമ്മളെല്ലാവരും സിനിമ കാണും. നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടും, നമ്മുടെ മനസ്സിൽ പറയും, നമ്മൾ പുറത്തേക്ക് ചിലപ്പോൾ പറയില്ല. അത്തരം നമ്മുടെ ഒരു സിനിമ കാണുമ്പോൾ ആളുകളുടെ പ്രതികരണം എന്താണെന്ന് ഭയപ്പെടുന്നത് ഈ സിനിമ ഇല്ല, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. ടോട്ടലി ഫൺ എന്റർടൈനറാ. കാരണം ഇങ്ങനത്തെ ഒരു ഹൊറർ പടം ഇറങ്ങിയിട്ട് കുറെ കാലമായി.
അപ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എല്ലാ എലമെന്റും ഉള്ള ഫൺ ഹൊറർ എല്ലാം ഉള്ള ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ്. യക്ഷിപ്പടങ്ങൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്, ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ യക്ഷിയൊക്കെ നമ്മൾ കാണുന്നത് പണ്ടൊക്കെ കണ്ടേക്കുന്ന യക്ഷി നമ്മൾ വെള്ള സാരി കൊടുത്തു, 2 പല്ല് നോക്കി ചോര തുപ്പി ഒക്കെ യക്ഷിയാണ്. ഇതിലെ യക്ഷി എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. സിനിമ കണ്ടാലും എനിക്ക് പറയാം, കണ്ടിട്ടില്ല. ഞങ്ങൾക്കും അറിയില്ല ഞങ്ങളും കണ്ടിട്ടില്ല യക്ഷിനെ. നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ആ യക്ഷിയെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിങ്ങളും ഇരിക്കുന്നു ഓഗസ്റ്റ് 1 അല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റിൽ തന്നെ അങ്ങനെയാണ് നമ്മൾ കണ്ടേക്കണ യക്ഷി എന്നൊരു സ്വപ്നം. ആ യക്ഷിയെ മാറ്റിയെടുത്ത് വിനയൻ സാറിന് സെക്കൻഡ് പാർട്ട് എടുത്തപ്പോൾ യക്ഷിയെ മാറ്റി ഒരു മോഡേൺ ആക്കി എടുത്തു. വിനയൻ സാറിന്റെ പടത്തിലാണ് യക്ഷിയെ നമ്മൾ കണ്ടേക്കണ. അതിന്റെ സെക്കൻഡ് പാർട്ടും ആ യക്ഷി മാറി ഒരു മോഡേൺ യക്ഷിയായി വന്നു. പാൻറ് ഇടുന്നതും ജീൻസ് ഇടുന്നതും ഒക്കെ ആയിട്ട് യക്ഷിയായിട്ട്. ഇതിലും അങ്ങനത്തെ ഒരു യക്ഷി നമ്മൾ ഈ സുമതി വളവിൽ നമ്മൾ കേട്ടിരുന്ന യക്ഷി പല രീതിക്കാണ്. നമ്മൾ കേട്ടതും പഠിച്ചതും അനുഭവിച്ചൊരു പറഞ്ഞേക്കണ കഥകൾ. നിങ്ങൾക്കൊരു രൂപമുണ്ടോ യക്ഷിയെക്കുറിച്ച്? ഈ മൂവിയില്ല, ഈ മൂവിയിൽ ഈ സിനിമയിലെ രൂപം ഉണ്ടാകും. ഈ സിനിമയിൽ അതൊന്നും അത് പറയാം. പറഞ്ഞല്ലേ, ഓരോ സിനിമയിലും ഓരോന്നല്ലേ. ഞങ്ങളത് ഓൾറെഡി പറഞ്ഞ പിന്നെ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ. പറയാൻ പറ്റില്ല, കണ്ടറിയണം. സുമതി വളവിൽ യക്ഷിയെ കുറിച്ച് കേട്ടിരിക്കുന്നത് എങ്ങനെ? ഒരു സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ മരിച്ച് കൊന്നു, കെട്ടിയിട്ട് കൊല്ലോ, അങ്ങനെ അതാണ് കേട്ടത്. അങ്ങനെയാണല്ലോ കഥ പറഞ്ഞു പോകുന്നത്. ട്രിവാൻഡ്രത്തൊക്കെ ഒത്തിരി യാത്ര ചെയ്യുന്നതല്ലേ? ഇന്നുവരെ അവിടെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ലേ? പോയിരുന്നു സുമതി വളവിൽ. ഷൂട്ടിന് മുമ്പ് പോയിരുന്നു. പ്രൊമോഷൻ പോയി. രാത്രിയാണോ പോയത്? 12. ആ 12 നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങള് 3 പേരുണ്ടായിരുന്നു. അർജുൻ ചേട്ടൻ, ബാലു ചേട്ടൻ, അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, പിന്നെ ശിവ, എന്റെ അമ്മ, ഇവളുടെ അമ്മ. ആ 12 മണിക്ക് നിങ്ങൾ അവിടെ എത്തിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ട്രിവാൻഡ്രത്ത് പ്രൊമോഷൻ പോയപ്പോ പിന്നെ സുമതി വളവിലൊന്നും കൂടെ പോയി നോക്കാം എന്നുള്ള ഒരു ഇതില് അങ്ങനെ പോയതല്ലേ, എല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് ഒന്ന് യക്ഷിനെ കണ്ടിട്ട് വരാം. സെറ്റ് ടീം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കൊണ്ടുപോയിട്ടില്ലല്ലോ, എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാലോ എന്ന് പറഞ്ഞ് അങ്ങനെ പോയത്. അങ്ങനെ ഒന്നും കൊണ്ടാണ്. നിങ്ങൾക്ക് പോയപ്പോൾ യക്ഷി വല്ലതും കാണാൻ പറ്റിയോ? ഇല്ല, അഭിലാഷ് എന്ന് പറഞ്ഞ യക്ഷനെ കാണാൻ പറ്റി കാണുമല്ലേ? ഞങ്ങളുടെ കൂടെ അവര് ഭയപ്പെടുത്തിയല്ലോ. ബ്ലൂടൂത്ത് സ്പീക്കർ സൗണ്ട് ഒക്കെ വെച്ചിട്ട് കരയുന്ന സൗണ്ട് വെച്ചിട്ട് ബാലുചേട്ടൻ ആദ്യം നമ്മളെല്ലാം പേടിപ്പിച്ചു. ഞാൻ കേട്ടില്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് പേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിലാഷ് ചേട്ടനെയും പേടിപ്പിച്ചു. ബ്ലൂടൂത്തില് മറ്റേ കരയുന്ന ഒരു വോയിസ് വെച്ചിട്ട് സ്പീക്കർ ദൂരെ വെച്ചു. അപ്പൊ നമ്മളത് വഴി നടന്നപ്പോ ഇതാണ് ഈ റേഞ്ച് ഉണ്ടായിരുന്നില്ല ബാലിച്ചേട്ടൻ. അപ്പൊ അത് പെട്ടെന്ന് എവിടെന്നോ അങ്ങ് വർക്കായി. അപ്പൊ ഞാൻ കേട്ടതേ ഇല്ല, ഇവര് പേടിച്ചു. നിങ്ങൾ രണ്ടുമാണ് അഭിലാഷും ഗോപികയായിരുന്നു? അല്ല, അഭിലാഷേട്ടൻ പേടിക്കുന്നതിന് മുന്നേ ഞാൻ പേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവർക്കും പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.